ഹൈക്കമാൻഡ് ഞെട്ടിത്തരിക്കുന്നു. അവിടുത്തെ തന്ത്രങ്ങൾ അറിയുന്ന ഒരാളെ പിടിച്ച് എന്ത് ചെയ്യുമോ ഇപ്പുറത്ത് നമുക്ക് എടുക്കത്തൂടെ എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉണ്ണികൃഷ്ണൻമൂർത്തിയെ നമുക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആക്കാം. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി ആയതിന് പിന്നിലെ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. സഫ്രോൺ സ്ട്രോക്ക് എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞത് 1.5 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെ പെർ അവർ കൊടുക്കേണ്ട ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ഒരാൾ മംഗലാപുരത്ത് പോകുന്നു. കേരളത്തെ പോർട്ട് സിറ്റി ആക്കണം എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പേരാണ്. ഒരു ബിസിനസ്സുകാരൻ പോലും ചിന്തിക്കാത്ത അത്ര രീതിയിലുള്ള ഈ പ്രൊജക്ട് വിഭാവനം ചെയ്തത്. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കി. വി ഡി സതീശൻ രാത്രി പറവൂരിലെ വീട്ടിൽ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കുമെന്ന് ഒന്ന് ധനമന്ത്രിയാകണം എന്ന് പറഞ്ഞു, രണ്ടാമത്തേത് തുറമുഖം വേണമെന്ന് പറയുന്നു, മൂന്നാമത്തേത് ലോ വേണമെന്ന് പറയുന്നു, നിയമം വേണമെന്ന് പറയുന്നു. വലിയ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള വലിയ എമൗണ്ടുകൾ ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ വലിയ പാർട്ടികൾക്കും ചില വ്യക്തികൾക്കും അണുവായുധങ്ങളിലേക്കും അതുപോലെ തന്നെ അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്കും എന്ത് ചെയ്തു ഇറങ്ങുന്നു ഈ കഥയിലെ. അപ്പൊ ഗവൺമെന്റ് എടുക്കുന്ന നടപടികളിൽ ആർക്കെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യും. ആരാണവർ? ഇതിനെക്കുറിച്ചോർത്ത് നിങ്ങൾ ഒരിക്കലും അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കേണ്ട സ്ഥിതി ഉണ്ടാക്കില്ല. നായകനാണോ വില്ലനാണോ എന്നറിയില്ല. എന്താണ് അവരുടെ ലക്ഷ്യം? Watch the full podcast on the channel. BCC with Ratish Chakrapani.